ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ടൈം ഇതുവരെ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീടും പിന്നെ വീട്ടിലെ ഓരോ മുറികളും ആൾക്കാരൊന്നും കാണിക്കാൻ പറ്റില്ല. അച്ചുട്ടി ട്യൂഷന് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ് ഞാൻ എടുക്കണത്. രാവിലെ തൊട്ട് ഇന്ന് ലീവായതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുളി കഴിഞ്ഞത്. അപ്പോൾ അമ്മ അച്ചുവിനെ കൊണ്ടാക്കാൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയേക്കാണ്. അച്ചുട്ടി ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ ലോഡിങ്ങിന് പോയേക്കാണ്. അപ്പോൾ ആരുമില്ല. അപ്പോൾ ആൾക്കാരൊന്നും കാണിക്കാൻ പറ്റില്ല. ആരും ഇവിടെ ഇല്ല. എന്തായാലും വീടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഇതുവരെ കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് എൻ്റെ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ ചെറിയ വീട്. വേറെ കുറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ വീഡിയോൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കിളിക്കൂട്. ഇത് നേരെ റോഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ റോഡിലേക്കുള്ള വഴിയാണ്. നേരെ ഫ്രണ്ടിൽ റബ്ബർ തോട്ടാണ് കേട്ടോ. ഇത് പിന്നെ അച്ഛൻ്റെ ചെറിയൊരു കൃഷിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു വീട്. നമുക്ക് പിന്നെ ചെടികൾ വെക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ റോട്ടിലാണ് ചെടികൾ വെച്ചിരിക്കുന്നത്. ആദ്യം ഇവിടെ 10 മണിപ്പൂവും അങ്ങനത്തെ കുറേ കളറുള്ള കുഞ്ഞു കുഞ്ഞ് പൂക്കളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ പോയി. പിന്നെ നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ സിറ്റ് ഔട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇത് നമ്മുടെ പുൽക്കൂടാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. റോട്ടിൽ കൂടെ വണ്ടി പോണ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. സൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് സൗണ്ട് ഇപ്പം തന്നെ കൊടുക്കുന്നതുകൊണ്ടേ നല്ല എല്ലാ ബഹളങ്ങളും കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പൂജാ റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാളാണ്. ഇവിടെ ഫുള്ള് പാവകളുടെ കളക്ഷനാണ് കേട്ടോ. ഇതേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ചുട്ടിക്ക് കൊടുന്നു കൊടുത്തതാണ്. അതൊന്നും അവൾക്ക് കളിക്കാൻ കിട്ടാറില്ല കേട്ടോ. ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതും ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇത് അമ്മയുടെ റൂമാണ്. അമ്മയുടെ അച്ഛൻ്റെ റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എൻ്റെ ഡ്രസ്സുകൾ തൂക്കിയിട്ടിരിക്കുക കേട്ടോ. ഡൈനിങ് ഹാളാണ്. നമ്മൾ യൂസ് ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ താഴത്തുള്ള ബാത്റൂമാണ്. നമ്മളിവിടെ യൂസ് ചെയ്യാത്തൊരു സ്പേസാണ് കേട്ടോ ഈ ഡൈനിങ് ഹാള്. അപ്പോൾ അതുകൊണ്ട് അതിന് മുകളിൽ എല്ലാ കച്ചറകളും ഉണ്ടാവും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള. പിന്നെ അടുക്കളയിൽ നിന്ന് നമുക്ക് നേരെ മുകളിലാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇതൊക്കെ നമ്മുടെ ഫോട്ടോസ് കളക്ഷനാണ്. ഇത് അച്ഛൻ്റെ അമ്മയുടെ പഴയ ഫോട്ടോ ആണ് കേട്ടോ. കല്യാണത്തിനെടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇതിൽ നമുക്ക് രണ്ടൊരുപോലത്തെ ഫോട്ടോസ് കാണാൻ പറ്റും കേട്ടോ. ഇത് എൻ്റെ കെട്ടുവിൻ്റെ ഫോട്ടോ ആണ്. എൻ്റെ അച്ചുട്ടീൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. രണ്ടും ഏകദേശം ഒരേപോലെയാണ്. ഒരുപോലെ കിടക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. ഇത് അച്ചുട്ടീൻ്റെ ഫോട്ടോ ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹാളാണ് കേട്ടോ.
ഇത് എൻ്റെ അച്ചുട്ടിക്ക് വാശി പിടിച്ച് വാങ്ങിക്കൊടുത്തതാണ്. ഇപ്പോൾ ഇതിൽ കളിക്കലുമില്ല, ഒന്നുമില്ല, ആർക്കും ഒരു ഉപകാരം ഇല്ലാതിരിക്കുന്ന സാധനമാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബെഡ്റൂം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പുതിയൊരു റൂമും കൂടി എടുത്തു. ഇവിടെ ഫുള്ള് പ്ലെയിൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ബാൽക്കണിയേ ഉള്ളൂ, പക്ഷെ ഇവിടെ മൊത്തം പ്ലെയിൻ ആയിരുന്നു. അങ്ങനെ നീണ്ട അങ്ങോട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ആരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂമില്ലാത്തതുകൊണ്ട് നമ്മളപ്പുറത്ത് പുതിയൊരു റൂം എടുത്തു. അപ്പോൾ എൻ്റെ ബെഡ്റൂം ഇതൊക്കെ ഒന്നും കൂടി കെട്ടിപ്പൊക്കി. നമുക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് മുകളിലോട്ട് കെട്ടി. പിന്നെ മുകളിൽ ഫുൾ ഓടായിരുന്നില്ല കേട്ടോ, ഷീറ്റായിരുന്നു. പിന്നെ അവിടെ സീലിങ്ങൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ സ്റ്റിക്കർ ഒടിച്ച് നല്ല സെറ്റായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ പാടുകളാണിത്. ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സ് തന്നതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 2 ഫോട്ടോസൊക്കെ വെച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെ മൊത്തം പോയി. നമ്മൾ ആ റൂം പണിക്ക് ഫുള്ള് വെള്ളം നനയ്ക്കാനൊക്കെ, ചുമരൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടിച്ചപ്പോൾ മൊത്തം ആകെ ഫുള്ള് നാശമായിട്ടോ. ഇനിയിപ്പോൾ ആദ്യമൊക്കെ പെയിൻ്റ് അടിക്കണം മൊത്തം. അതുകൊണ്ടാണ് ഇതവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളം ഇറങ്ങിയേക്കുകയാണ് കേട്ടോ. നനയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം വെള്ളം അടിച്ചപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഒരുമിച്ച് വോയിസ് കൊടുക്കാച്ചിട്ടായിരുന്നു, പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് അപ്പുറത്തുനിന്ന്. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വർത്താനം പറയുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ്റെ പഴയ ഫോട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി കല്യാണത്തിന് മുന്നേ എടുത്ത ഫോട്ടോ ആയിരുന്നു, പക്ഷെ അതൊന്നും കാണാൻ തന്നെ ഇല്ല, അതൊക്കെ പോയി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൊച്ചു സ്വർഗം. ഇപ്പം നമ്മൾ ഈ സ്വർഗം മാറ്റി നമ്മൾക്കിനി പുതിയ റൂം മതി കേട്ടോ. ഈ റൂം നമ്മൾ അച്ഛന് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബെഡ്റൂം. പക്ഷെ ഇതിക്ക് ഞാൻ മാറിയിട്ടില്ല. അപ്പോൾ അവിടെ അച്ഛനാണ് കിടക്കുന്നത്. ഇതിലൊന്നാമത് ജനൽ വെക്കണം. ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ജനൽ വെക്കണം. ജനലൊന്നും വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം, ഒരു സീലിങ്ങൊക്കെ അടിക്കണം എന്നുണ്ട്. പിന്നെ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതാവുന്ന സമയത്തേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ ഞാൻ എന്തായാലും ഇവിടെ കിടക്കുന്നില്ല. അപ്പോൾ ഒന്നൊക്കെ സെറ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മുടെ ആ റൂമിന് മതി. ഇതാണപ്പോൾ ഈ റൂമിലെ ബാത്റൂം. ഇതാണ് കേട്ടോ. എനിക്ക് വലിയ പണിയൊന്നുമില്ല. 2 ജനൽ വെക്കാനുണ്ട്. പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് ഐഡിയാസും ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ആ റൂമൊന്ന് സെറ്റ് ചെയ്യണം. ഈ റൂം എൻ്റെ ഫേവറേറ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇതാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ റോഡൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ ഞാനൊരു റോസാപ്പൂവിൻ്റെ ചെടിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ താഴെ കൊണ്ടുവച്ചു. ഫുള്ള് ചെടികളൊക്കെ വെച്ച് സെറ്റായിരുന്നു. പക്ഷെ ഇവിടെ വെക്കുമ്പോൾ ചെടിയൊന്നും നേരവണ്ണം വളരുന്നില്ല. അപ്പം ഞാനൊക്കെ എടുത്ത് താഴെ കൊണ്ടുവച്ചു. ഇനി നമുക്കിതൊക്കെ അടച്ചിട്ട് താഴോട്ട് പോവാം. നല്ല കാറ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് പോയാൽ പണി കിട്ടും. നമ്മളൊക്കെ അടച്ചു കേട്ടോ. അപ്പം നമുക്ക് താഴോട്ട് പോകാം കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ ഗായ്സ്. ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. അപ്പോൾ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലേ. ഇനി കാണിക്കാനുള്ളൊരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പം പുറത്തൊന്നും കാണിക്കാൻ വലിയ സ്പേസ് ഇല്ല.
നമുക്ക് ആ ചെറിയൊരു സ്ഥലമുള്ളത്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് വീടാണ്. ഇനി അപ്പുറത്ത് ഒരു കിണറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ പൂച്ചട്ടിയൊക്കെ വയ്ക്കുന്നൊരു സ്ഥലമുണ്ട്, അതും കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കള ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മുറ്റം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചെറിയൊരു സ്പേസേ ഉള്ളൂ. അതുകൊണ്ടധികം മുറ്റടിക്കാനൊന്നുമില്ല, വണ്ടി നിർത്താനൊന്നും അധികം സ്ഥലമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കിണർ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ചെറിയൊരു സ്പേസാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ചെടികളും നമ്മുടെ കിണറൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇതാണ് കേട്ടോ ഞാൻ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന റോസ. പക്ഷെ ഇവിടെ നല്ല ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമ്മളത് കട്ട് ചെയ്ത് വിട്ടു കേട്ടോ. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. അപ്പോൾ കുറേ ഞാനൊരു ഹോം ടൂർ എടുക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നു. ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നാണ് അപ്പോൾ പറ്റിയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ.